ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്ന ആ ഒരു ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയായാലും ഗവർണറായാലും മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും ഉന്നയിക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ നടക്കുക തന്നെ ചെയ്യും. കാരണം എന്ന് പറയുന്നത് ഇത്രയും ആഴത്തിൽ നടന്ന അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കൊടിയ താണ്ഡവം എന്ന് തന്നെ പറയാം ഭൂമിയുടേതായിട്ടുള്ള. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ചാലിയാർ പുഴ മുഴുവൻ ഈ പറയുന്ന ശവശരീരങ്ങൾ കൊണ്ട് ഒഴുകി നടക്കുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് അത് തിരികെ എടുത്തുകൊണ്ടുവരുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ദുസ്സഹമായിട്ടുള്ള ഒരു ജോലിയാണ്. അത് മാത്രമല്ല നമ്മൾ കണ്ടിട്ടുള്ളതാണ് പോളിത്തീൻ കവറുകളിലാക്കി മനുഷ്യ ശരീര ഭാഗങ്ങളെ എടുക്കുന്ന സമയത്ത് അവരനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്തിരുന്ന് വാർത്ത കേൾക്കുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആഴം തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അപ്പം എത്ര മനുഷ്യരാണ് ഈ ഒരു 30 വീടുകളോളം മാത്രമേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇതിനിടയിൽ പോലും രാഷ്ട്രീയം കളിക്കുന്ന എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ട് വൃത്തികേട് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം വിഭാഗക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഒരു പക്ഷേ ഞാൻ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഇരിക്കുന്നത്, എനിക്ക് ഇത്തരത്തിലൊന്നും വരില്ല എന്നുള്ള അമിതമായിട്ടുള്ള കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതൊരു അസുഖമായിരിക്കാം, സൈക്കോ എന്നൊക്കെ പറയത്തില്ല, അതിൻ്റെ വേറൊരു വേർഷൻ ആയിരിക്കും ഒരു പക്ഷേ. ഇതിനിടയിൽ നടന്ന ഏറ്റവും എന്താ പറയുന്നത്, നമുക്ക് ചില ആൾക്കാരെങ്കിലും സംശയം ഉണ്ടാക്കിയ ഇരുട്ടിനിടയിൽ എങ്ങനെയാണ് ആന കരയുന്നത് കാണുന്നത്, ആനയെ കാണുന്നത് എങ്ങനെയാണ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ്. അതായത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സുജാത, ക്യാമ്പിൽ കഴിയുന്ന സുജാത എന്ന് പറയുന്ന അമ്മ പറഞ്ഞൊരു കഥയുണ്ട്. കൊച്ചുമകളെയും ആ അമ്മയെ കൂടെ രക്ഷപ്പെടുത്തി കയറി ഒരു സ്ഥലത്ത് വന്ന സമയത്ത് 3 ആനകൾ നിൽക്കുന്നത് കണ്ടതും ഒരു ആനയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വാർക്കുന്നുണ്ടായിരുന്നു. രാവിലെ വരെ കാവലായിട്ട് അത് നിന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പം അതിനെ പുച്ഛിച്ച് തള്ളുന്ന കുറേ ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായി കണക്കാക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ട്. നമുക്ക് എപ്പോൾ അനുഭവത്തിൽ വരുന്നു അപ്പോൾ മാത്രമേ വിശ്വസിക്കൂ എന്ന് ഭയങ്കര വാശി പിടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെ നേരിട്ടൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന ഒരു അമ്മ ഇത്തരത്തിലൊരു കള്ളക്കഥ പറയുമോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടി വിയിലൂടെ കാണുന്ന സമയത്ത് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പോകുന്നുണ്ട്, ഇതൊക്കെയാണല്ലോ ദൈവമേ അവിടെ സംഭവിച്ചതെന്നുള്ളത്. അപ്പം അത് നേരിട്ടറിഞ്ഞൊരു വ്യക്തി അവിടെ ഇരുന്നൊരു തള്ളൽ കഥ ഉണ്ടാക്കി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ലോജിക്ക് ഒട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നേരെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുള്ളവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഭയങ്കരമായിട്ടുള്ള ഈ കാറ്റ്, മഴ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ദുസൂചകങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ഇവരൊരു വല്ലാത്ത രീതിക്ക് അമർന്നതും ഇവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതും മനസ്സിലാക്കാൻ കഴിയും. അപ്പം കാട്ടിലെ മൃഗങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് പ്രകൃതിയോട് അത്രയും ഒത്തിണങ്ങി അല്ലെങ്കിൽ അതിനോട് ലയിച്ച് ജീവിക്കുന്നതാണ് ആ മൃഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലുണ്ടാകുന്ന ചെറിയൊരു നേരിയ മാറ്റം പോലും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ആ ഒരു വ്യക്തി മാത്രമല്ല പറഞ്ഞത്, ഒരുപാട് കുടുംബങ്ങളിൽപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ആന കൂട്ടത്തോടെ ചിഹ്നം വിളിച്ച് വല്ലാത്ത രീതിക്ക് ശബ്ദം ഉണ്ടാക്കി ആ സമയത്തിനുള്ളിൽ പോയിട്ടുണ്ടെന്ന്. രാത്രി 1:30 ആദ്യത്തെ ആ ഒരു ചലനം സംഭവിക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അതിന് മുന്നേ തന്നെ ഈ ആനകൾ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ആലോചിക്കാം, കാട് പോലെ വനപ്രദേശമായിട്ടുള്ള സ്ഥലത്ത് എത്രയോ കിലോമീറ്റർ മുകളിൽ നിന്ന് ഇടിഞ്ഞു വന്ന ആ മലമുകളിൽ നിന്ന് ഒരു ശവശരീരം പോലും മൃഗത്തിൻ്റെതായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ഉള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ അധിവസിക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അതിന് മുന്നേ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. കാരണം അവർക്കത് മനസ്സിലാക്കാനുള്ള ചില കഴിവുകളുണ്ട്. അപ്പോൾ അതിന് വീണ്ടും വീണ്ടും എന്തിനാണ് ഇത്തരത്തിൽ കുറ്റം പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടം എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ഇതിൻ്റെ ഇടയിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ഒരു കൂട്ടരെ കുറിച്ച് കൃത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് മാധ്യമങ്ങൾക്ക് എപ്പോഴും എന്താണെന്നോ, സുരേഷ് ഗോപി ഒരു ആഘോഷമാണ്. അത് മാധ്യമങ്ങൾക്കെന്നല്ല, രാഷ്ട്രീയ നേതാക്കൾക്ക്, അത് ഏത് രാഷ്ട്രീയമായാലും അവർക്കെല്ലാം അത്തരത്തിൽ തന്നെയാണ്. തൃശ്ശൂർ കൊണ്ട് അങ്ങ് കൊടുത്തു, എല്ലാവർക്കും അബദ്ധം പറ്റി എന്നുള്ള നിലയിലാണ് ഇപ്പം പറയുന്നത്. ആർക്കാണ് ശരിക്കും അബദ്ധം പറ്റിയത്? നമ്മളിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുറേ ഉണ്ട്. നമ്മളെ കേരളക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളിലും വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് 5 വർഷം സഹിച്ചു, 10 വർഷം സഹിച്ചു, അതിലപ്പുറം സഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിപ്പം കയറിയതല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൊടുത്തൂടെ? 5 വർഷം ഉണ്ടല്ലോ, അതിനിടയിൽ എന്ത് കാണിക്കുന്നു എന്നുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, അത് കൊടുത്തതിന് ശേഷം ഈ കിടന്ന ചിഹ്നം വിളിച്ചാൽ പോലെ എല്ലാവരും കൂടെ ചേർന്നിട്ട്. ഇപ്പം ഇത് പറയുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ സംഖ്യ ആയിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ പറയുന്ന കൊങ്ങിയായിരുന്നു. അതിന് മുന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ എന്തോന്നുള്ളത് കമ്മിയായിരുന്നു. അപ്പം മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നതിന് അത്തരത്തിൽ പറയുന്നത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, പറഞ്ഞോളൂ. പക്ഷെ ഞാൻ എന്താണെന്ന് എനിക്കറിയാമല്ലോ, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം ഇവിടെ പറയുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മീഡിയക്കാർക്ക് അദ്ദേഹത്തിനെ കാണുന്ന സമയത്ത് എന്താണെന്നോ കൊണ്ടിളവുമെന്നാണ് തോന്നുന്നത്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി എടുത്ത് അനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ വാർത്താ സമ്മേളനം കണ്ടിട്ട് ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത്. ഇറങ്ങിപ്പോ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ
പല ആൾക്കാരും നടക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപി ചെയ്യുമ്പോൾ മാത്രം ഭയങ്കരമായിട്ട് അതങ്ങ് എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ ഹൈലൈറ്റ് കൊടുത്തുകൊണ്ട് ഭയങ്കര സംഭവമാണ്, അയാൾ അങ്ങനാണ് ഇങ്ങനാണെന്ന് പറയാൻ വേണ്ടി ഭയങ്കരമായിട്ട് തൊഴുതപ്പെടുന്ന ഒരു മാധ്യമ കൂട്ടത്തെ നമ്മൾ കഴിയുന്നുണ്ട്. മാധ്യമങ്ങൾ വഴി ഒരുപാട് കിട്ടിയ ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ കാണുന്ന സമയത്ത് എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ അദ്ദേഹത്തിന് ചിലപ്പോൾ കയ്യിലുണ്ടായിരിക്കും. കാരണം ഇവർ എന്തൊക്കെ വളച്ചൊടിക്കുന്നത്, കാരണം ആ ഒരു പദവിയിലാണ് അദ്ദേഹം ഇപ്പം ഇരിക്കുന്നത്. ഇനി ഈ മാധ്യമങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, കേന്ദ്രം എന്ത് ചെയ്തു, അല്ലെങ്കിൽ കേന്ദ്രം ഇതിന് ധനസഹായം, വാർത്ത കണ്ടവർക്ക് അല്ലെങ്കിൽ മീഡിയ വേണം കുറ്റം പറയാൻ. വാർത്ത ഈ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ആദ്യം വാർത്തയിലൂടെ പറഞ്ഞ കാര്യം, കേന്ദ്രം ധനസഹായം പ്രഖ്യാപിച്ചു, മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റ് ഹോസ്പിറ്റലിലും മറ്റുമായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് 50,000 രൂപയെന്ന് ഒരു മീഡിയയിലൂടെ വന്ന വാർത്തയാണ്. അത് കേന്ദ്രത്തിന്റെ സഹായം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വന്നത്. ഇനി പ്രധാനമന്ത്രി അതിനെ അനുശോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തെ പറഞ്ഞുകൊണ്ട് പരമാവധി സഹായം, ഏറ്റവും വലിയ സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ള സമയമാണ് ഈ കേന്ദ്രത്തിന്റെ എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ബെയിലി പാലം കൃത്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് കേന്ദ്രം ഈ പറയുന്ന ആർമിയെ വിട്ടതുകൊണ്ട് മാത്രമാണ്. കർണാടകയിൽ എന്താണ് സംഭവിച്ചതെന്നും മീഡിയ അതിന് എത്തരത്തിൽ കൊണ്ടുവന്നു എന്നും നമ്മളതിൽ എത്ര ഇടപെട്ടു എന്നും അർജുനെ ഇപ്പം കിട്ടിയോ ഇല്ലെന്നുള്ള കാര്യം പോലും നമുക്കറിയാവുന്ന കാര്യമാണ്. അർജുനന്റെ കാര്യം വിട്ടിട്ട് ഇപ്പം ഈ ഒരു ഇഷ്യൂവിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു മീഡിയയെ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു തുമ്പുമാലും പറയാതിരിക്കുന്ന മീഡിയയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടത് ഈ പറയുന്ന ഒരു റേറ്റിംഗ് മാത്രമാണ്. അതിലപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് മനസ്സറിഞ്ഞ് വേദനിക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഇപ്പം ഇത്രയും ദിവസം കൊണ്ട് നമുക്കറിയാം, കർണാടക കമ്പയർ ചെയ്യുവാണെങ്കിൽ, കർണാടക ടു കേരള കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്ന്. അവിടെയും മണ്ണിടിച്ചിൽ തന്നെയാണ്, ഇവിടെയും അതിനേക്കാളും ഉരുൾപൊട്ടലാണ്, മഴ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതേപോലെ സംഭവിക്കുന്നുണ്ട്, ഇനി ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട്. ഇത്രയും നടക്കുന്ന സമയത്തും അവിടെ സന്നദ്ധ പ്രവർത്തകരായിട്ട് നിൽക്കുന്ന ആ നാട്ടുകാരായാലും ആർമി ആയാലും ചെയ്യുന്ന അപ്പുറത്തേക്ക് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ഒരിക്കലും ഇറക്കാൻ പറ്റാത്ത ഒരു ടെറൈനിൽ ഇറക്കിക്കൊണ്ട് നമ്മുടെ എയർഫോഴ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് മറക്കാൻ പാടില്ല. അതും കേന്ദ്രത്തിന്റെ സഹായം കൊണ്ടാണെന്ന് ഇപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാധ്യമങ്ങൾ എന്ത് വിട്ടുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആർമി ഇപ്പോഴും ഇവിടെ കഴിയുന്നതും ഇത്രയധികം ആൾക്കാരെ ഇന്ന് പറഞ്ഞിരുന്നു 4 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന വീട്ടിൽ നിന്ന്. ഒരാൾക്ക് കാലിന് മാത്രം സാരമായിട്ടുള്ള പരിക്കേ പറ്റുള്ളൂ. ഇതെല്ലാം ആർമിയുടെ വക ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് കേന്ദ്രം ഇടപെട്ട് ചെയ്ത കാര്യങ്ങളാണ്. ആ സാധനങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ പറയുന്ന അവിടെ ഒരു പാലം നിർമ്മിച്ച് അവർക്കിനി ഒരു പാലം ഉണ്ടാകുന്നത് വരെ അത് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ കേന്ദ്രത്തിന്റെ സഹായമല്ലേ. ഇനി പറഞ്ഞാണെങ്കിൽ ഇതിനൊരു കണക്കുണ്ട്, എത്ര പേര് അവിടുന്ന് പഞ്ചായത്ത് ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ നോക്കിയതിന് ശേഷം ഭരണകൂടം എല്ലാം കൃത്യമായ ഒരു സർവേയോ മറ്റോ നടത്തി ഒരു കുടുംബത്തിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു, എത്ര പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളത് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം മൊത്തം കഴിഞ്ഞു കിട്ടിയാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് വരത്തുള്ളൂ. അപ്പം അതിനുശേഷം മാത്രമേ എത്ര പേർക്ക് സഹായം, അല്ലെങ്കിൽ എത്ര പേര് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഇനി എത്ര പേർക്ക് വീട്, അല്ലെങ്കിൽ ഇതിനൊരു പുനരധിവാസ പാക്കേജിങ്ങിന് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കറക്റ്റ് ഒരു അവലോകനം കൃത്യമായിട്ടൊരു ക്രോഡീകരണം നടന്നതിന് ശേഷം മാത്രം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം അത് തന്നെയാണ് ആ മനുഷ്യനും പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, സുരേഷ് ഗോപി പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. എല്ലാ റിപ്പോർട്ടും വരട്ടെ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടിട്ട് മാത്രമല്ലേ തീരുമാനിക്കുന്നത്. കേന്ദ്രം തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിനെ പിന്നെ വളച്ചൊടിച്ച് ഇയാൾ എന്താണ് ഈ പറയുന്നത്, കേന്ദ്ര സഹമന്ത്രിയായിട്ട് ഇയാൾ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മറ്റൊരു സഹമന്ത്രി കൃത്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു, അതാരും കേട്ടില്ലേ എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഇയാളും ഈ വ്യക്തിയും ഇത് തന്നെ പറയണമെന്ന് എന്താ എത്ര നിർബന്ധം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വായുന്നത് എന്തെങ്കിലും കേൾപ്പിക്കണമെന്ന് ഈ മീഡിയക്ക് എന്താണ്? ഈ ഒരു സമയത്ത് പോലും കർണാടകയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് ഇവിടുന്ന് എത്ര മന്ത്രിമാർ പോയി, എന്തുകൊണ്ട് പറഞ്ഞില്ല? ഭയങ്കര ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ആരും പോയില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് മാധ്യമങ്ങൾ പറഞ്ഞില്ല? അപ്പം ചില ആൾക്കാരെ മനഃപൂർവ്വം ഇങ്ങനെ കുത്തി കീറണം അല്ലെങ്കിൽ കൊത്തി പറിക്കണോ എന്നുള്ളത് ഒരു വല്ലാത്ത, കാരണം അവർക്ക് റേറ്റിംഗ് വേണം. സുരേഷ് ഗോപിയെ കുറിച്ചൊരു ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ ചാനൽ റേറ്റിംഗ് കൂടും എന്നുള്ള കാര്യം എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെ അദ്ദേഹത്തിനെ ചൊറിയാമോ അത്തരത്തിലെല്ലാം പിറകെ നടന്ന് ചൊറിയാൻ ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകരെ നമ്മൾ കൃത്യമായിട്ട് കണ്ടതാണ്. അതൊരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഈ സമയത്ത് നമ്മൾ രാഷ്ട്രീയത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുപിടിച്ച് ചുമ്മാതെ മീഡിയ ആണ് പല സമയത്തും പല കാര്യങ്ങളും സത്യത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ആൾക്കാരെ തമ്മിൽ അടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പല മീഡിയാസും. ഇവർ സത്യത്തിൽ ജേർണലിസത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള എന്ത് മാർഗത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത് പല തവണ ചിന്തിക്കേണ്ടതാണ്. മാധ്യമപ്രവർത്തനം ഇപ്പോൾ റേറ്റിംഗ് മാത്രമായിട്ടൊരു ഭാഗമായിട്ട് കടന്നുകൂടിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തനം യഥാർത്ഥത്തിൽ സത്യസന്ധമായി മാറണമെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഇഷ്യൂവിന് കൃത്യമായിട്ടുള്ളൊരു പരിഹാരം എന്നുകൊണ്ട് എത്തിച്ചേരുമോ, ഭരണാധികാരികൾ നടത്തി കൊടുക്കുമോ, അതുവരെ അവർ ആ ഇഷ്യൂ കൊണ്ട് നടക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനൊരു ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് വരെ ആ വിഷയം കൈവിടാതിരിക്കണം. അതാണ് മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ. ഇതിപ്പം ഇന്നൊരു വിഷയം
വിഷയം നടക്കുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് പേരുടെ മരണം എന്തെങ്കിലും നടക്കുവാണ്, ഒരു പീഡനം എന്തെങ്കിലും നടക്കുവാണെങ്കിൽ അതങ്ങ് കൊണ്ട് ആർമാദിച്ച് പരമാവധി ആ ഒരു ദിവസത്തെ ഹൈലൈറ്റ് ന്യൂസായിട്ട് ഇതങ്ങ് കൊടുക്കുക, എയർ ചെയ്യുക. എന്തോ ഒരു ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചിൻ്റെയോ എന്തൊക്കെയോ കമൻ്ററി പറയുന്നത് പോലെ എന്തൊക്കെയോ കിടന്ന് പറയുക, വിളിച്ച് പറയുക ഭയങ്കര ഇതായിട്ട്. ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടിൻ്റെ തന്നെ അടുത്തൊരു വാർത്ത കിട്ടുന്ന സമയത്ത് ആ മറ്റേ വാർത്ത എന്ന് പറയുന്നത് മണ്ണിട്ട് മൂടുവാണ്. ഇതാണ് ഇന്ന് നടക്കുന്ന മാധ്യമ പ്രവർത്തനം. സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പം ഈ ഒരു ടൈമിങ്ങിലെങ്കിലും മാധ്യമ പ്രവർത്തകർ കുറച്ചെങ്കിലും സുബുദ്ധി പ്രയോഗിക്കുക. രാഷ്ട്രീയമോ മതമോ വർഗമോ ഒന്നും ഇതിൽ കൂട്ടിച്ചേർക്കാതെ നമ്മൾ കേരളീയരാണ്, നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്. ഇതുകൊണ്ടൊന്നും നിൽക്കത്തില്ല. നമ്മൾ കണ്ടു, കോഴിക്കോട് നടന്നിട്ടുണ്ട്, ആലത്തൂർ നടന്നിട്ടുണ്ട്, ഇവിടെ എല്ലാം ഉരുൾപൊട്ടലുണ്ട്. ഇപ്പം പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് അറിയാൻ പറ്റത്തില്ല, ഡീകമ്മീഷൻ ചെയ്യാനുള്ളത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ വീണ്ടും പറയുന്ന സമയത്ത് ഓരോരുത്തർ ചീത്ത വിളിക്കുമെങ്കിലും ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യമാണ്, ജലവൈദ്യുത പദ്ധതികൾ, ഡാം, അണക്കെട്ട് തുടങ്ങിയവ 30 തൊട്ട് 50 വർഷങ്ങൾക്കിടയിൽ ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ളൊരു കാര്യം. അത് തന്നെയാണ് ഇവിടെയും ഉന്നയിച്ചിട്ടുള്ള കാര്യം. ഇത്രയും ഈ പറയുന്ന കുറച്ച് വർഷങ്ങൾ മാത്രം താങ്ങൂ എന്ന് പറഞ്ഞ് 90 വർഷം അല്ലെങ്കിൽ 50 വർഷം താങ്ങേണ്ട ഒരു കാര്യം അതിൻ്റെ ഇരട്ടി താങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. എത്ര ജില്ലകൾ പോവും അല്ലെങ്കിൽ എന്ത് നമ്മുടെ നാട്ടിൽ നടക്കും, അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ എന്നുള്ള കാര്യം നമുക്കറിയാം. ഇതുപോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പം മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു പ്രഹരശേഷി എത്രയാണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ആരും തന്നെ ബാക്കി നിൽക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ പറയുന്ന ചില കാര്യങ്ങൾ, ശാസ്ത്രജ്ഞന്മാർ അവിടെ വരരുതെന്ന് എന്തുകൊണ്ട് വന്നുകൂടാ? ഇത്രയും വലിയൊരു സംഭവം നടന്ന സ്ഥലത്ത് ശാസ്ത്രജ്ഞർ വരണം, എന്താണ് അവിടുത്തെ കാര്യങ്ങൾ, സ്ഥിതിഗതികളെന്ന് മനസ്സിലാക്കി പറയാനുള്ള കാര്യം അല്ലെങ്കിൽ റൈറ്റ്സ് അവർക്കും ഉണ്ട്. അപ്പം അത് നിഷേധിക്കപ്പെടുക, പിന്നീട് അതൊരു വലിയ ഇഷ്യൂ ആയി മാറുമ്പോഴത്തേക്ക് ഇല്ല ഞങ്ങൾ ആ ഒരു റിപ്പോർട്ട് ശരിയായില്ല എന്ന് പറഞ്ഞ് മാറ്റി പറയുക. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സാധാരണ ജനങ്ങളിലൊരു തെറ്റിദ്ധാരണ പരക്കും. അതല്ലെന്നുണ്ടെങ്കിൽ അവർ ഇതിനെക്കുറിച്ച് ചില ഡൗട്ടുകൾ അവർക്കുണ്ടാകും. അത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിനൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഭരണകൂടം നമ്മൾക്ക് എന്ത് ചെയ്തു തരുന്നു എന്നുള്ളതിലാണ് നമ്മുടെ പ്രതീക്ഷ, മുന്നോട്ടുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത്. അത് കേന്ദ്രമോ സംസ്ഥാനമോ മാറി മാറി നിന്നുകൊണ്ടല്ല ചെയ്യേണ്ടത്. രണ്ടും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മുടെ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലേക്ക് കുത്തിത്തിരിപ്പുണ്ടാകുന്ന ഈ മീഡിയയുടെ ഈ ഒരു വഷളത്തരം അത് ഒഴിവാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നുള്ള ബോധം അവർക്ക് ഇനിയെങ്കിലും വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറയുന്ന കണക്ക് എത്രയും പെട്ടെന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സ്വന്തമായിട്ടൊരു വീട്, അവരുടേതായിട്ടുള്ള ആ ഒരു പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസ്ഥ പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ കഴിയൂ. ഇനിയും പല തലങ്ങളിൽ ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടലും മറ്റും ഉണ്ടാകാതിരിക്കട്ടെ. അതിനെന്താണോ ചെയ്യുള്ളത്, നമ്മളെ പ്രകൃതിയെ എത്തരത്തിൽ ചേർത്ത് പിടിക്കാൻ കഴിയും, അതിനുള്ള പാക്കേജിങ് അല്ലെങ്കിൽ പാക്കേജുകളോ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെമഡീസാണ് കണ്ടുപിടിക്കേണ്ടുള്ളതെന്ന് പറയുന്നത്. ഇനിയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേരളം മൊത്തത്തിൽ മണ്ണിനടിയിലാകും. പിന്നെ പൈസ ഉള്ളവർക്ക് ഹെലികോപ്റ്ററും മറ്റു കാര്യങ്ങളുമായിട്ട് ബാങ്ക് ബാലൻസ് കൂടുതലുള്ള ആൾക്കാർക്കാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ചേക്കേറാൻ പറ്റും. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ മണ്ണിനടിയിലായി പോകുമെന്നുള്ള ചിന്ത കർഷകർക്കായാലും ബാക്കിയുള്ളവർക്കായാലും വേണ്ടുള്ള കാര്യമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് ഒന്നും ചിന്തിക്കാതെ നമ്മൾ ചേർന്ന് തുള്ളിയിട്ട് കാര്യമില്ല. നമുക്ക് കോമൺ സെൻസ് ഉണ്ട്, നമുക്ക് ജീവിത പരിചയമുണ്ട്, അല്ലെങ്കിൽ അതിങ്ങനെ കുറെ അറിവുകളുണ്ടെങ്കിൽ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ശരി തെറ്റെന്ന് വിവേചിച്ചറിയാനുള്ളൊരു സ്വയം ബുദ്ധി ആർജിച്ചെടുക്കേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു, ആ ഒരു സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും മനുഷ്യർ, നമ്മൾ കേരളീയർ അത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വല്ലാത്ത രീതിക്ക് ചൂഷണം ചെയ്തുകൊണ്ട് ഒരു ഭൂമി മൊത്തം തകർക്കപ്പെടും.